എന്തോ കോളുമായിട്ടാണല്ലോ വരവ്. എന്തൊക്കെയോ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. എനിക്കൊരു മുണ്ടും ഷർട്ടും വാങ്ങിച്ചതാ. അയ്യോ ഏട്ടാ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് 1-2 ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ ഇതൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്. മുണ്ടും ഷർട്ടും കൊണ്ടോ? എടി പോത്തെ, നിനക്ക് വേണ്ടി കല്യാണത്തിനിടാൻ മേടിച്ചതാ. കല്യാണത്തിന് എടുക്കാനുള്ള സാരിയാ, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്. റാണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ പിന്നെ ഒരു ചുരിദാറും കൂടെ ഉണ്ട്. ആ നോക്കി പിടിച്ചേ, ഇങ്ങത്താ. ആഹാ, ഇത് കൊള്ളാലോ. നന്നായിട്ടുണ്ട് ഏട്ടാ. എന്റെ സെലക്ഷൻ ഒരിക്കലും മോശമല്ലെന്ന് നിനക്കറിയാലോ. അതുവ് എനിക്ക് വാങ്ങിക്കാതെ ഇതിനു മുമ്പ് ഏട്ടനൊന്നും വാങ്ങിക്കില്ലായിരുന്നല്ലോ. അതിപ്പോ അമ്പലപ്പറമ്പിൽ നിന്ന് കളിപ്പാട്ടം വാങ്ങിച്ചാലോ? എനിക്ക് ആദ്യം വാങ്ങിച്ചിരുന്ന. നീ നിന്റെ ഒരു ഏട്ടനും. അതെ, ഈ ഏട്ടനെ കുറിച്ച് പറയാനേ ഇവക്ക് നേരമുള്ളൂ. ആ ഏട്ടാ, ഞാൻ പ്രകാശിനെ കണ്ടിരുന്നു. ഒരു ജോലി മധുരയില് നോക്കുന്നുണ്ടെന്നും അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ശരിയായി കഴിഞ്ഞാ ഉടനെ വിവാഹം നടത്താന്നും പറഞ്ഞു. വന്ന ഉടനെ തന്നെ കല്യാണം ഉറപ്പിച്ചില്ലേ? ഇത് ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരാള്. ഞാനായിട്ട് കണ്ടെത്തിയതും അല്ല. അച്ഛനും അമ്മയും കൂടി സ്വഭാവ മഹിമ മനസ്സിലാക്കി കെട്ടിച്ചതാ. എന്നിട്ട് എന്തായി? രണ്ടും രണ്ടു വഴിക്കാ നടക്കുന്നത്. റാണി, വീടിന്റെ ഐശ്വര്യം പറഞ്ഞ് വിളമ്പിയപ്പോ അറിയാതെ സങ്കടം പറഞ്ഞു പോയതാ. നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കാൻ മനസ്സുള്ളവരുടെയും കൂടെയാ നമ്മൾ ജീവിക്കേണ്ടത്. ചന്ദ്രയക്കാരത്തി ഭാഗ്യവതിയാ. പിന്നെ അമ്പിളിമാമനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് സങ്കടപ്പെടുത്താതെ പറയുന്നൊരേട്ടനും. ഇങ്ങനാരും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവള് പറഞ്ഞല്ല ശരിയാ. നമ്മൾ നമ്മുടെ പെണ്ണിനെ ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. പപ്പനെ എന്റെ മോക്ക് വേണ്ടി കണ്ടെത്തിയത് എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ പരാജയ. അവനെ പറഞ്ഞു നേരെയാക്കാൻ പറ്റുന്നവനാണോ? എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്നേ. എന്റെ സ്വഭാവത്തിന് അടി കൊടുക്കേണ്ടായിട്ടാ. അതിന് നമുക്ക് ആളെ വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വേലായുധേട്ടൻ പറഞ്ഞാ മതി. പറഞ്ഞോ പറയിപ്പിച്ചോ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നാക്കിയെടുക്കാന്നേ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഉടനെ ഞങ്ങൾക്കൊരു കല്യാണ സദ്യ ഉണ്ടല്ലോ. എന്തായാലും കല്യാണം ഉണ്ടാവും. സദ്യയുടെ കാര്യമല്ലേ, അത് നമുക്ക് ആലോചിക്കാം. കല്യാണമല്ല പ്രധാനം, അത് കഴിഞ്ഞുള്ള അവരുടെ ജീവിതമാണ് പ്രധാനം. എല്ലാം ശരിയാവുന്നേ. റാണിയുടെ കാര്യവും നമുക്ക് ശരിയാക്കാം.